ഇന്ന് നമുക്ക് ഒരു പിണ്ടിത്തോരൻ വയ്ക്കാം. പിണ്ടിയും പയർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിണ്ടി ഒരു സവാള, കാന്താരിമുളക്, പിന്നെ വെളുത്തുള്ളിയും ജീരകം, തേങ്ങ. അപ്പം ഇത് പിണ്ടി പല അസുഖങ്ങൾക്കും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചാണ് തോരനും അവിയലും ഒക്കെ വെച്ചിരുന്നത്. 80 വയസ്സ് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു അസുഖങ്ങളും ഇല്ല, ഓർമ്മക്കുറവ് മാത്രമേ ഉള്ളൂ. ഷുഗറും കൊളസ്ട്രോളും ഒന്നുമില്ല. അച്ഛനിപ്പം ചെറിയ ഈ 75 കഴിഞ്ഞപ്പം ചെറിയ ഷുഗറുണ്ട്, പ്രഷറും ചെറുതായിട്ടുണ്ട്. അത് അച്ഛൻ മധുരം ഒരുപാട് കഴിക്കും. അതിൻ്റെ ഇപ്പം വീട്ടിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ഈ പിണ്ടിത്തോരനും ചക്കാച്ചീനി ഇതൊക്കെ ആണ് അവർ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും അതൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ വയ്ക്കാറുണ്ട്. പിണ്ടിക്ക് ഒരു നൂലുണ്ട്, അത് നമ്മളിങ്ങനെ, അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഇങ്ങനെ എടുത്താണ് പിണ്ടി അരിയുന്നത്. നൂലെടുത്ത് നമുക്കിത് അരിഞ്ഞുകൊണ്ട് വരാം. പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ളത് തേങ്ങ ആവശ്യത്തിന്, കാന്താരിമുളക്, വെളുത്തുള്ളി, പിന്നെ ഞാൻ എല്ലാത്തിനകത്തും കുറച്ച് 2 ചുമന്ന ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കും. പിന്നെ ജീരകം ഞാൻ അധികം ചേർക്കത്തില്ല, ഞാൻ കുറച്ചേ ചേർക്കത്തുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അത് അരച്ചു കൊണ്ടുവരാം. എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. എണ്ണയൊക്കെ ഞാൻ കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുകിടാം. ഇനി സവാള അരിഞ്ഞതിട്ടു. നന്നായി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്ലുപ്പിട്ട് ഉപ്പുനീരാണ് ഒഴിച്ചേക്കുന്നത്, കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇനി പിണ്ടി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, പിണ്ടിക്ക് വെള്ളം ഉണ്ടല്ലോ. ഇനി അടച്ച് വേവിക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയർ അതിനകത്തോട്ടിടാം. പിണ്ടി ഒരുവിധം വെന്തിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ നമുക്കൊരു 10 മണിയാകുമ്പോഴോ വൈകുന്നേരമോ ഒക്കെ ഈ തോരൻ മാത്രമായിട്ട് കഴിക്കാം. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് കഴിക്കുമല്ലോ, അപ്പോൾ ഈ തോരൻ മാത്രം കഴിച്ചാൽ നല്ലതാണ്. അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഷുഗർ, കൊളസ്ട്രോള് ഒക്കെ ഉള്ളവർക്ക്. ഇനി ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. ഇത് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് അതിനകത്തോട്ടിടാം. അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കാം. തോരൻ പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് പയറിന് പകരം സാമ്പാർ പരിപ്പിട്ട് റെഡിയാക്കും. ഇത് നല്ലതാണ്. കഞ്ഞി കുടിക്കുന്നവർക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാം. വെറുതെ ചോറിൻ്റെ കൂടെ അല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കാം. ഇതെല്ലാം നല്ലതാണ് പിണ്ടിത്തോരൻ. അങ്ങനെ നമ്മുടെ പിണ്ടിത്തോരൻ റെഡി ആയിട്ടുണ്ട്. പയറൊക്കെ ഞാൻ ഉപ്പിട്ട് ആണ് വേവിച്ചത്, അതുകൊണ്ട് ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.